എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലത്തിൽ ഈ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയാണ്, അത് സേ പരീക്ഷയ്ക്ക് ശേഷം ഫെയിൽഡ് ആവുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളതുമാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷാഫലം ഈ ആഴ്ചയോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഈ ഒരു +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് അവർ ഇന്ന ദിവസമാണ് പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം, ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് തന്നെ DHSC സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഈ ഒരു ലിങ്കിൽ പോലെയാണ് ഉണ്ടാവുക, ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് 2023-24 എന്ന് മാറ്റിയിട്ടാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ റോൾ നമ്പർ, ഈ ഒരു പരീക്ഷയുടെ റോൾ നമ്പർ അത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്നും സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇത് രണ്ടിൽ ഏത് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ലിങ്ക് വഴി തന്നെയാണ് റിസൾട്ട് അറിയാൻ സാധിക്കുക. അല്ലാതെ സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ലിങ്കും അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ലിങ്കുമല്ല, ഈ ഒരു സെയിം ലിങ്ക് തന്നെയാണ്. കാരണം പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കുമെന്നൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സേ ആയിരുന്നാലും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആയിരുന്നാലും ഈ ഒരു ലിങ്ക് വഴിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഈ ഒരു സബ്ജക്റ്റ്, സേ എഴുതിയ സബ്ജക്റ്റ് തോൽക്കുകയാണ് എങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സേ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത വർഷത്തെ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അവരോടൊപ്പം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. പല വിദ്യാർത്ഥികളും തെറ്റായിട്ട് ചിന്തിക്കുന്ന കാര്യമായിരിക്കും +2 സേ പരീക്ഷയാണ് എഴുതേണ്ടത് എന്നുള്ളത്. +2 സേ പരീക്ഷയല്ല, കാരണം നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് +2 സേ എഴുതാനുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് +2 പബ്ലിക് എക്സാമിനേഷൻ 2025 ആണ്, മാർച്ചിൽ നടക്കുന്ന പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ +2 വിദ്യാർത്ഥികളോടൊപ്പം തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ ആ ഒരു ഘട്ടത്തിൽ മാർച്ചിലെ +1 പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട്, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് വിദ്യാർത്ഥികൾക്കുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ വർഷം +1 ഇംപ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷനും ഒക്കെ നടക്കുന്നത് മാർച്ച് മാസത്തിൽ തന്നെയാണ്, ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ +1 ഇംപ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇംപ്രൂവ്മെൻറ്റും, തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയും എഴുതി ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +2 സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ സേ പരീക്ഷ എഴുതിയിട്ടും തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നത് മാർച്ചിലാണ്, +2 പരീക്ഷയുടെ ആ ഒരു ടൈമിൽ തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് +2 സബ്ജക്റ്റാണ് തോറ്റത് എങ്കിൽ ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്, +2 പബ്ലിക് എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. +1 ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ്. അതുപോലെ +2 പബ്ലിക് എക്സാമിനേഷനാണ് വിദ്യാർത്ഥികൾ +2 തോൽക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങൾ +2വിൽ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ജയിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഓരോ തവണയും +2 കഴിഞ്ഞ ശേഷം, നിങ്ങൾക്ക് ഒരു തവണ +2 പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ലഭിച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഓരോ തവണ ജയിക്കാൻ വേണ്ടി എഴുതുന്ന ഓരോ പരീക്ഷയും നിങ്ങളുടെ നമ്പർ ഓഫ് ചാൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. നിങ്ങളിപ്പോൾ +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാൻസ് നമ്പർ 2 എന്നാണ്. സാധാരണ എല്ലാ വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഈ ഒരു രണ്ടാമത് ജയിക്കാനായിട്ട് സേ പരീക്ഷ എഴുതുന്ന സമയത്ത് സേ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രം നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിനുശേഷം അടുത്ത വർഷം വീണ്ടും നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 എന്നും, അതിനുശേഷം പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് 4 എന്ന രീതിയിലും വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ഈ ഒരു ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ചാൻസ് നമ്പർ കൂടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചില കോഴ്സുകൾക്ക് നമ്പർ ഓഫ് ചാൻസ് 3ൽ കൂടുതൽ ആണ് എങ്കിൽ ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമായിട്ടുള്ള TTC DLED കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 3ൽ കൂടുതൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോഴ്സുകൾക്കും, ചില കോഴ്സുകൾക്ക് ഇതിനനുസരിച്ചുള്ള ആ ഒരു നമ്പർ ഓഫ് ചാൻസ് കൂടിക്കഴിഞ്ഞാൽ എഴുതാനായിട്ട്, ആ ഒരു
കോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൈവറ്റായിട്ട് അതായത് മാനേജ്മെൻറ്റായിട്ട് പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഗവൺമെൻറ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണ് ഈ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസ് 3ൽ കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് +2 സേ പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം ഓഗസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ ആണ് വരിക. കാരണം നേരത്തെ തന്നെ രജിസ്ട്രേഷൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് രജിസ്ട്രേഷൻ വരിക എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അതായത് +2 പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വിളിച്ച് അറിയിക്കുമെന്ന രീതിയിൽ നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ ആ ഒരു രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. കാരണം പല വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിലൊക്കെ ആ ഒരു രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് അവരോട് അറിയിക്കണമെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ടീച്ചേഴ്സ് അത് മറന്നു പോയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞു പോയല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അതായത് ആ രജിസ്ട്രേഷൻ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ വരുന്നതൊന്നും അറിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് എപ്പോഴാണ് ഈ രജിസ്ട്രേഷൻ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം രജിസ്ട്രേഷൻ വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ഏകദേശം 5 ദിവസത്തോളമാണ് അപേക്ഷ നൽകാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു +2 സേ പരീക്ഷ തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അത് മാർച്ച് മാസത്തിലാണ് +2 പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി +2 പരീക്ഷ അതായത് +2 പരീക്ഷ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയ ശേഷം പിന്നീട് അടുത്ത 5 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥി ആ ഒരു +2 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു ചട്ടം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് 5 വർഷത്തിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു +2 സേ പരീക്ഷയിൽ പരാജയപ്പെടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം അതായത് ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുൻ വർഷങ്ങളിൽ ഈ ഒരു ജനുവരിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം കുറച്ച് നേരത്തെ ഏകദേശം ഓഗസ്റ്റിൽ വരാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി +2 ഏകദേശം നിങ്ങൾക്ക് അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ ആദ്യമായിട്ട് എഴുതിയ ശേഷം പിന്നീട് ഏകദേശം ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.